Hi everyone. Second semester മേജർ പേപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ റിവിഷൻ സീരീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പാർട്ട് 4 ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 നമ്മുടെ ഓൾഡ് സിലബസ് അനുസരിച്ച് സിംഗിൾ എൻട്രി മൊഡ്യൂളിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന്റെ മറ്റൊരു രീതി എക്സ്പെൻസും കൂടെ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Mr. Kishore keeps his books under single entry system and the following information is available. Particulars ഉണ്ട്, എന്നിട്ട് January 2020, then December 2020, അതായത് ഓപ്പണിംഗ് ബാലൻസസും ക്ലോസിംഗ് ബാലൻസസും ഉണ്ട്, ഫേർണിച്ചർ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ലോൺ, ഇൻവെസ്റ്റ്മെന്റ്. He had drawn out of the business of rupees 500 during the year. വിഡ്രോ ചെയ്തിട്ടുണ്ട് ഒരു 500 രൂപ. Prepare statement showing his profit for the year ended 31st December 2020 after writing off 10% depreciation on furniture and making a provision for bad debts at 10% on debtors. ഇവിടെ ഈ രീതിയിലുള്ള ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിപ്രീസിയേഷനും ബാഡ് ഡെറ്റ്സിന്റെയും കാൽക്കുലേഷനും കൂടെ ഈ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് മെത്തേഡിൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് അതാണ് ഈ ഒരു പ്രോബ്ലത്തിന് യുണീക്ക് ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം കാര്യങ്ങൾ തന്നെയാണ്, മുൻപ് ചെയ്ത അതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആദ്യമായിട്ട് ഓപ്പണിംഗ് ബാലൻസ് കാണാനുള്ള ഡാറ്റകളെല്ലാം കൊടുക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസിനുള്ള ജനുവരി 2020 അതിന്റെ ഫസ്റ്റ് ഡാറ്റ മീൻസ് അതിലുള്ള അസറ്റ് സൈഡ് എല്ലാം കംപ്ലീറ്റ് എഴുതുക. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റിയും കൊടുക്കുക. ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടോട്ടൽ കിട്ടും. ഇതൊക്കെ സെയിം രീതി തന്നെയാണ്. അതാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് പറയാത്ത, മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ചാനലിന്റെ ലിങ്കും കൂടെ കൊടുക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ അതിലൂടെയും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാലൻസ് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്. ഇപ്പോ കണ്ടെത്തിയ ബാലൻസ് 3500 കിട്ടിയത് 5250 1750 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസ് ആണ്. ഓക്കെ, ഇനി ഓപ്പണിംഗ് ബാലൻസ് നേരത്തെ പറഞ്ഞ പോലെ ക്ലോസിംഗ് ബാലൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പണിംഗ് എന്നല്ല കേട്ടോ, എഡിറ്റ് ചെയ്ത് കൊടുത്ത് കാര്യങ്ങൾ കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇത് ക്ലോസിംഗ്, ഓപ്പണിംഗ് എന്നല്ല, ക്ലോസ്. ഓക്കെ, ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാനാണ് 31st ഡിസംബർ അല്ലേ, അപ്പൊ എന്തായാലും ക്ലോസിംഗ് അല്ലേ വരും. അപ്പൊ നമ്മുടെ ഡാറ്റകളൊക്കെ കൊടുക്കുക. ക്യാഷ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തതിന് ശേഷം നമ്മുടെ എന്തൊക്കെയാണോ നമ്മുടെ ലയബിലിറ്റീസ് ഉള്ളത്, ലയബിലിറ്റീസ് എല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ എമൗണ്ട് ആണ് നമ്മുടെ എന്ത് പറയുന്നത് ബാലൻസിങ് ഫിഗർ ആയിട്ട് വന്നിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇതുവരെ ചെയ്തു വെച്ച ഡാറ്റകൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ ഡാറ്റ കിട്ടിയിട്ടുണ്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എന്ത് വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ നമ്മള് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമുക്ക് വർക്കിംഗ് നോട്ടിലൂടെ കിട്ടിയിട്ടുള്ളതാണ്. ശേഷം ഡ്രോയിങ്സിന്റെ ഡീറ്റെയിൽ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറഞ്ഞതാണ് 500 ഉണ്ട് എന്നുള്ളത്. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5650 കിട്ടുന്നു. ഇനി ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നും എന്താണ് ഡിഫറെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ പോലത്തെ ഡാറ്റ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കണ്ടെത്തുന്ന പ്രോഫിറ്റിനെ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്.
അതിനുശേഷം ഈ ഡിപ്രീസിയേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റയുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പെർസെൻറ്റേജ് കൃത്യമായിട്ട് തന്നിട്ടുണ്ടല്ലോ, ആ പെർസെൻറ്റേജ് നേരെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഡെറ്റേഴ്സിന്റെയും പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഒക്കെ ഡാറ്റ എടുത്തിട്ട് 10% അപ്ലൈ ചെയ്താൽ. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്ക് ടോട്ടൽ 1790 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്ന ആൻസർ വരുന്നത്. അതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് പ്രകാരമുള്ള നമ്മുടെ എമൗണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ കഴിഞ്ഞതിന് ശേഷം, ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ ബാക്കി ഡാറ്റ ഒക്കെ സെയിം ആണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റിന്റെ ഫലമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രൊവിഷൻ 340 കൊടുക്കുക, അതേപോലെ തന്നെ ഫർണിച്ചറിന്റെ ഡെപ്രീസിയേഷൻ കൊടുക്കുക, അതേപോലെ തന്നെ ക്യാപിറ്റലിന്റെ ഡാറ്റ 3500 അതിലേക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്തു, ഡ്രോയിങ്സ് ലെസ് ചെയ്യുക. ഈ രീതിയിൽ ലാസ്റ്റ് ഒരു ഫൈനൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് കൂടെ ചെയ്യുക. ഇതെന്താണ്, മുൻപ് നമ്മൾ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സിൽ എന്തൊന്നും ഉണ്ടായിരുന്നില്ല, ബാക്കി ഡാറ്റ ഒന്നും കൊടുത്തിട്ടില്ല. ഇതും കൂടെ ആൻസർ കീയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രോഫിറ്റ് കാണാൻ മുൻപത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള 1790 തന്നെ കണ്ടാൽ മതി. ഓക്കെ, അതിന് പുറമെ ഇതും കൂടെ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള സജസ്റ്റഡ് ആൻസറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതും കൂടെ എന്ത് ചെയ്യുക, കൊടുക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പക്ക ബാലൻസ് ഷീറ്റ് പോലെ എല്ലാ ഡാറ്റയും കൊടുക്കുക. പ്രൊവിഷൻ ലെസ് ചെയ്യുക, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഡിപ്രീസിയേഷൻ ഇതൊന്നും കുറച്ചിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ, അപ്പൊ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു കണ്ടത്, അതിലേക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് ഡ്രോയിങ്സ് ലെസ് ചെയ്യുക, എല്ലാ ഫിഗറും ഇതിൽ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇതാണ് ഫൈനൽ നമ്മുടെ ഒരു ബാലൻസ് ഷീറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ.